പാലാ കോട്ടയം റൂട്ടില് ചേർപ്പങ്കലിന്റെ സമീപത്തായിട്ട് ഒരു 12 സെന്റ് സ്ഥലത്തിൽ 2450 സ്ക്വയർ ഫീറ്റ് നല്ലൊരു കിടക്കാഴ്ച വീട് പുതിയതായി പണി തീർന്നു കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം, നെഗോഷ്യബിൾ ആണ്. മുത്തോലി ബ്രില്ലിന്റെ ചേർപ്പങ്കൽ മെഡിസിറ്റി, ചേർപ്പങ്കൽ പള്ളി, പുലിയന്നൂർ അമ്പലം, അതുപോലെ തന്നെ പാലാ ടൗണ്, അതുപോലെ തന്നെ കോട്ടയത്തേക്ക് പോകാനായിട്ടുള്ള ഈസി ആക്സസ്, പള്ളിക്കത്തോടെ കൊഴുവനാല അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമുള്ള വഴി, ഇങ്ങനെയുള്ള എല്ലാ ആക്സസും തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു വീട്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ. ചോദിക്കുന്ന വില 1,25,00,000 രൂപ മാത്രം, നെഗോഷ്യബിൾ ആണ്. മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ നല്ലൊരു ചേർപ്പങ്കൽ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നല്ല മഴയുണ്ട്, അതുകൊണ്ട് ക്യാമറയിലൊക്കെ ചെറിയ വെള്ളമൊക്കെ വീണിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എനിവേ, ഇതാണ് നമ്മൾ നല്ലൊരു മുറ്റത്തേക്ക് കയറി പോകുന്നു. മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു മുറ്റത്തേക്കാണ് നമ്മൾ കയറിയത്. നല്ല മുറ്റം, ഫ്രണ്ട് ഭാഗം മുഴുവൻ സ്റ്റോൺ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മുറ്റമാണ് ഇവിടെ നമ്മൾ കാണുക. നമ്മൾ നേരെ ഇത് കാർ പോർച്ചിലേക്ക് കയറി. വിശാലമായ നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. ആ കാർ പോർച്ചിലേക്ക് കയറിയിട്ട് നേരെ ഇത് ഫ്രണ്ട് വ്യൂ വഴി അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നല്ല രീതിയിലുള്ള പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല ഗംഭീരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് റൂഫ് ചെയ്ത് കേരള സ്റ്റൈൽ ഒരു വീട് തന്നെയാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന വീടും ഇവർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് മഴ പെയ്യുന്നത് നമുക്ക് കാണാം. നല്ലൊരു കുളിർമയുള്ള നല്ലൊരു മേഖലയിലുള്ള നല്ലൊരു വീട്. ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റെപ്പ് താന്നു നിൽക്കുന്നതുമാണ്. അവിടെ റബ്ബർ തോട്ടമാണ്. അവിടെ ഒരിക്കലും വീടുകൾ വരുന്നതല്ല. നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കാണാൻ പോകാം. ചുറ്റുമുള്ള ജനൽപ്പാളികൾ എല്ലാം തേക്കാണ്. അതുപോലെ തന്നെ അകത്തെ പാളികൾ എല്ലാം ഏറ്റവും ക്വാളിറ്റിയോടുകൂടി തന്നെ പണി കഴിപ്പിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്തെ വീടും ഇവർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തതാണ്. 12 സെൻറ്റ് സ്ഥലത്തിലാണ് നിലവിൽ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട വസ്തു കൂടി വേണമെങ്കിൽ നമുക്ക് 25-26 സെൻറ്റ് സ്ഥലവുമായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതുമാണ്. അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ പള്ളി, മെഡിസിറ്റി ഹോസ്പിറ്റൽ, മുത്തോലി ബ്രില്ലിൻ്റെ ഇതിൻ്റെയൊക്കെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗംഭീര വീട് തന്നെയാണ്. നേരെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുന്നു. വീണ്ടും 4 ബെഡ്റൂമാണ്, 4 അറ്റാച്ച്ഡാണ്. കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലവും കൂടി നമുക്ക് ലഭിക്കും. ഇതാണ് കിണർ. ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ്. ഒരു വെട്ടുകല്ല് മോഡൽ കല്ല് ഉള്ള ഒരു കിണറാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാണ് ഗേറ്റ്. നല്ല ഭംഗിയുള്ള CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ്, ചുറ്റുമതിൽ എല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ല ഒരു ഭംഗി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഒന്നുകൂടി കണ്ടുകൊണ്ട് നമ്മൾ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മുത്തോലി ബ്രില്യൻ്റ് കോളേജുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 500 മീറ്റർ 600 മീറ്റർ ദൂരമേ കാണുകയുള്ളൂ. ഒരു 700 മീറ്റർ കൂടുതൽ ഒട്ടുമില്ല. അതുപോലെ തന്നെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പാനലിങ്. തേക്കൻ തടി കൊണ്ടുള്ള നല്ല പാനലിംഗ് ആണ് കാണുന്നത്. തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്. അപ്പോൾ ഒറ്റപ്പാളി ഡോറാണ്. നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് കയറി. നല്ല ഡിസൈൻ വർക്കുള്ള ഡോറായിരുന്നു. നേരെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ ഒരു സ്വീകരണ മുറി. അവിടെയുള്ള ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ, ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ട്, നല്ല വൈറ്റ് കളറുള്ള പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായൊരു വീട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഡൈനിങ് ഹാളിലേക്കാണ്. നമ്മളിവിടെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ഒരു ഹാളിലേക്ക് നമ്മൾ കയറി. ഇവിടെ നല്ല ഫാൻസി ലൈറ്റുകൾ, ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ. ഇവിടെ നിന്നുള്ള തടി കൊണ്ടുള്ള കബോർഡുകൾ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല രീതിയിലുള്ള തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള പാർട്ടീഷൻ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോഴാണ് പ്രവേശിക്കുന്നത്. നല്ല ജനൽപ്പാളികൾ, ഫാൻസി ലൈറ്റ്, ഫാന്, അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റുകൾ
എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന നല്ലൊരു ബെഡ്റൂം, നല്ല ഇലക്ട്രിക് ഫിറ്റിങ്സുകളുള്ള നല്ലൊരു ബെഡ്റൂം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇവിടെയാണ് ടോയ്ലറ്റിൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല ഭംഗിയുള്ള ഡോറുകൾ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള വില കൂടിയ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെയാണ് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിവിടെ കാണുന്ന നല്ല ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇതാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സുകളാണ്. ജാഗ്വാർ, സെറ പോലെയുള്ള കമ്പനികളുടെ മാത്രമാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുക. വയറുകളെല്ലാം സ്വിച്ചുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു 1,25,00,000 രൂപയാണ് ചോദിക്കുന്ന വില. കറണ്ട് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1,25,00,000 രൂപ ചോദിക്കുന്ന വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്, വില നെഗോഷിയേഷൻ ഉള്ളതാണ്. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ്. ബസ് റോഡുമായിട്ട് ഒരു 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത്. ഹൈവേയുമായിട്ട് ബസ് റോഡുമായിട്ട് എപ്പോഴും തന്നെ ബസ്സുള്ള റോഡാണ്. വീടിരിക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വീട് തന്നെയാണ്, അല്ലെങ്കിൽ ലൊക്കേഷൻ തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനെ കൂടുതലായിട്ട് സംസാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്തതും ഏറ്റവും ഹൈ ക്ലാസ് ഏരിയയിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു ലൊക്കേഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇത്. AC യുടെ പോയിൻ്റാണ് നമ്മളീ കാണുന്നത്. മൊത്തം ബ്ലാക്ക് കളർ സ്വിച്ചാണ് നമ്മളിവിടെ ചെയ്തിരിക്കുക. കാരണം നമുക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഒരേ കമ്പനിയുടെ സെയിം മോഡൽ സ്വിച്ച് തന്നെ കറുത്ത കളറും വെള്ള കളറും അങ്ങനെ കളറ് മാറ്റി ഫിറ്റ് ചെയ്താലും കളറ് മാറുമ്പോൾ തന്നെ റേറ്റ് കൂടുകയാണ്. എക്സോസ് ഫാന് കാര്യങ്ങളെല്ലാം ടോയ്ലറ്റിൽ ചെയ്തിട്ടുണ്ട്. ഷവറൊക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള ഷവറുകളാണ്. അപ്പോൾ മുകളിലെ വാട്ടർ ടാങ്ക് പൊക്കി വെച്ചിട്ടുണ്ട്, അതായത് സ്റ്റാൻഡ് പണിതിട്ട് സ്റ്റാൻഡിൽ പൊക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷവർ ഓൺ ആയിക്കഴിഞ്ഞാലും വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടാവും. ഈ വാട്ടർ ടാങ്ക് ഹൈറ്റിൽ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതുപോലുള്ള ഷവറിലൂടെ വെള്ളം വരുമ്പോൾ വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ വാട്ടർ ടാങ്ക് നല്ലപോലെ ഹൈറ്റ് പൊക്കി വയ്ക്കണം. ഇനി നമ്മൾ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഈ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങി നമ്മൾ 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. സ്പീഡ് വേഗത കൂടിയിട്ടുണ്ട് അതുകൊണ്ട്. കാരണം കറണ്ട് വേഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. നല്ല മഴയാണ്, നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നമ്മളിവിടെ ഫാൻസി ലൈറ്റുകൾ, ഫാന്, ബെഡ്റൂമുകളിലെ ഫാനുകളും അതെല്ലാം നല്ല മോഡൽ ഫാനുകൾ തന്നെയാണ് ചെയ്തിരിക്കുക. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതായത് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറി നല്ല ജനൽപ്പാളികളൊക്കെ കാർ പോർച്ചിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്ന ജനൽപ്പാളികളാണ് ഇവിടെ. ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയുള്ള വർക്കുകൾ തന്നെയാണ്. ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളല്ല, നല്ല രീതിയിലുള്ള ചെറിയ ഡിസൈൻ വർക്കുകളാണ്. ഇതാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന വാഷ് കൗണ്ടറുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ വന്ന് കയറുന്നത് ഇതൊരു TV റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഹോം തിയേറ്ററൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TV റൂമാണ് ഇവിടെ. ടിവിയുടെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുക. ഒരു പ്രൈവസിയോടുകൂടി ഇതൊരു ഫാമിലി ലിവിങ്ങും TV റൂമും ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം. വേണമെങ്കിൽ ഒരു പ്രയർ ഏരിയ ആയിട്ടും ഇവിടെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു അടുത്ത 4ാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ 3 ബെഡ്റൂം കണ്ടു, 4ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല രീതിയിലുള്ള ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം കൊടുത്ത് നമ്മൾ മറ്റ് ബെഡ്റൂമുകളിൽ പറഞ്ഞ പോലെ തന്നെ AC യുടെ പോയിൻ്റ്, അതുപോലെ തന്നെ ഫാന് ലൈറ്റ്, ഫാൻസി ലൈറ്റ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡുകൾ എല്ലാ ടോയ്ലറ്റിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ കബോർഡുകളെല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡുകൾ, അതുപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റുകൾ 4 ബെഡ്റൂമിലും ടോയ്ലറ്റിലും ഒരുപോലെ തന്നെയാണ് ക്ലോസറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിൽ നിന്ന് നേരെ ഇനി ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കിച്ചൺ എന്ന് പറയുക. കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ്. കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി കഴിയുമ്പോൾ തേക്കിൻ തടി കൊണ്ടുള്ള നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, നല്ല വൃത്തിയായിട്ട് പണി കഴിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കിച്ചൺ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.